ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യമാണ്. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഇത് 12 അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്ത ശക്തിയും അധികാരവുമാണ്. എന്നാൽ ലൂക്കോസ് 9-ൽ ആദ്യത്തെ ഒരു നിയമനം നടന്നിരുന്നു. അത് 12 പേരെയാണ് നിയമിച്ചത്. എത്ര പേരെയാണ് നിയമിച്ചത്? 12 പേരെയാണ് നിയമിച്ചത്. എന്നാൽ ലൂക്കോസ് 10:1 വരുമ്പോൾ അനന്തരം കർത്താവ് വേറെ 70 പേരെയും കൂടെ നിയമിച്ചു. അവരെ എന്തിനാണ് കർത്താവ് നിയമിച്ചത്? താൻ യേശു കർത്താവ് ചെല്ലുവാനുള്ള, പോകുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. കർത്താവിന് പകരമായി യേശു കർത്താവിന് ചെയ്യേണ്ടതായ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ കർത്താവ് 70 പേരെ തിരഞ്ഞെടുത്തു. 12 പേരെ മുൻപേ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 82 പേരുണ്ട് കൂടെ. അത്രയും ആളുകളെ തിരഞ്ഞെടുത്തു. താൻ ചെല്ലാനുള്ള പട്ടണത്തിലേക്ക്, താൻ പോകാനുള്ള പട്ടണത്തിലേക്ക് കർത്താവിന് പകരമായി അവരെ ഈരണ്ടായി അയച്ചു. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു സ്ഥലത്തെയും ഒരു കുടുംബത്തെയും ഒരു ദേശത്തെയും പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ഉറപ്പല്ലേ? ഉറപ്പാണോ? ഒന്ന് പ്രതികരിച്ചേ. ഉറപ്പാണോ? നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നവർ ഒരു സ്ഥലത്തെ, ഒരു ദേശത്തെ, ഒരു കുടുംബത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. ദൈവം നിങ്ങളെ ആ പട്ടണത്തിൽ ആക്കിയിരിക്കുന്നത്, ദൈവം നിങ്ങളെ ആ ദേശത്തിൽ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുവാൻ, ആ പട്ടണത്തിൽ യേശുവിനെ കൊടുക്കുവാൻ, അനേകർക്ക് സൗഖ്യം. ഞാൻ ഇങ്ങനെ പറയുന്ന പ്രിയമുള്ളവരെ, ഈ ദേശത്തിൽ ഒരു റിവൈവൽ ഉണ്ടാകണമെങ്കിൽ, ഒരു ഉണർവ് നടക്കണമെങ്കിൽ ഈ നിലയിൽ ഓരോ വ്യക്തികളും ദൈവരാജ്യത്തിനകത്ത് സജീവമാകണം. എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവത്തിന് തൻ്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. മോശയുടെ കാലത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് മോശയാണ്. ഏലിയാവിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാൻ ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. കാരണം ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു ഏലിയാവ്. നമ്മൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ഹല്ലേലൂയ. ഒരു രാജ്യത്തിന്റെ അംബാസിഡർ എന്ന് പറയുന്നത് ആ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കർത്താവിനെ അഡ്രസ് ചെയ്യുന്നവരാണ്. വിശ്വസിക്കാൻ എത്ര പേർക്ക് തയ്യാറാകും? നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ അതിനായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ഒരു ചെറിയ സംഭവം മനസ്സിലാകാൻ വേണ്ടി, ഏറ്റവും പുറകിലിരിക്കുന്ന ആളുകൾക്കും ഫ്രണ്ടിലിരിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാകാൻ വേണ്ടി ഒരൊറ്റ സംഭവം പറയാം. എലീശ പ്രവാചകൻ തൻ്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രവാചക ശിഷ്യന്റെ മരണം അറിഞ്ഞിട്ട് ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലീശായോട് പറയുന്നുണ്ട്, യജമാനനെ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവ്
യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാലോ. എന്നാൽ സാഹചര്യം അങ്ങനെയല്ല. ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഈ സാഹചര്യം വളരെ കൃത്യമായി വ്യക്തമായി ഈ സഹോദരി പ്രവാചകനായ എലീശായോട് പറയുന്നുണ്ട്. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. അവളുടെ പ്രശ്നം അവൾ ദൈവദാസനോട് പറഞ്ഞു. പക്ഷേ പ്രവാചകനായ എലീശ വീണ്ടും അവളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്തു ചെയ്യണം, നീ പറക. ഹല്ലേലൂയ. വാക്യം എടുത്ത് വെച്ചിരിക്കുകയാണോ? 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ പറക. ആർ യു ലിസണിങ് മീ? എന്നെ കേൾക്കുന്നുണ്ടോ? ഉടനെ നിങ്ങളായിരുന്നെങ്കിൽ അതിനെന്ത് മറുപടി പറഞ്ഞേനെ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ? ഓൾറെഡി നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന്, നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വാക്യം വായിച്ചേ. എലീശ അവളോട്, റെഫറൻസ് ഒന്ന് പറഞ്ഞു കൊടുത്തോ. 2 രാജാക്കന്മാർ 4:2. 2 രാജാക്കന്മാർ 4:2 വായിച്ചോ. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക. ഞാൻ ഈ ശുശ്രൂഷയിൽ ഇന്ന് രോഗികൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവരെ സൗഖ്യമാക്കിയത് ദൈവത്തിന്റെ കരമാണ്. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. 100%. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘവർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു കാര്യമാണത്. നിത്യതയിൽ വിശ്രമിക്കുന്ന വി.എ. തമ്പിച്ചായൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ സ്ഥാപകനായിരുന്ന, അനുഗ്രഹീതനായിരുന്ന അപ്പോസ്തലൻ, 4000-ലധികം സഭകൾ സ്ഥാപിച്ച ദൈവമനുഷ്യൻ, 2019 തോന്നുന്നു ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ അന്ന് വചനം ശുശ്രൂഷിച്ചു, ഓൾട്ടർ കോൾ കൊടുത്തു, കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. ഒത്തിരി പേരുടെ ജീവിതം രക്ഷിക്കപ്പെട്ടു. ഒരുപാട് പേര് കർത്താവിനാൽ പൊതുവായി സ്പർശിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ആ കൺവെൻഷൻ നടന്ന ഗ്രൗണ്ടിൻ്റെ തൊട്ട് പുറകിലാണ് വി.എ. തമ്പിച്ചാൻ താമസിക്കുന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് ഓടി വന്ന ദൈവമനുഷ്യൻ എന്നെ ഹഗ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് പാസ്റ്റുണ്ടെന്ന് എൻ്റെ കൂടെ. ഞങ്ങൾ ഒന്നിച്ച് ആ വീട്ടിൽ ചെന്ന്, മറിയമ്മാമയുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് കഞ്ഞി കുടിക്കാനിരുന്നു. കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഫ്രണ്ട് റൂമിൽ വി.എ. തമ്പിച്ചാനോട് സംസാരിക്കാനിരുന്നപ്പോൾ ഞാനിരുന്ന സോഫയിൽ ഈ കർത്താവിൻ്റെ ദാസൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ നമ്മളെ സ്നേഹം കൊണ്ട് പിടിച്ച് ഞെക്കുകയല്ലേ, പിടിച്ചിട്ട് എൻ്റെ തോളത്തൊരു മുട്ട് തന്നിട്ട് പറഞ്ഞ്, ഇന്നെന്താ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞേ? വളരെ ദേഷ്യത്തോടെ, ഇന്നെന്താ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞേ? ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ ഞാൻ പ്രസംഗിച്ചു, വചന ശുശ്രൂഷിച്ചു. പെട്ടെന്ന് എനിക്ക് അങ്ങനൊരു ജനറൽ കൺവെൻഷൻ അല്ലേ. അപ്പോൾ വി.എ. തമ്പിച്ചാൻ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാഞ്ഞിട്ട്. എന്നിട്ട് ആ ദൈവ മനുഷ്യൻ, ഇരുത്തം വന്ന ശുശ്രൂഷകനായ ആ കർത്തൃദാസൻ എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ, ബീച്ചാനും അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനും അവിടെ ഇരിപ്പുണ്ട്, എന്നെ സ്നേഹത്തോടെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, മക്കളെ, ദൈവം താലന്ത് ഏൽപ്പിച്ചവൻ അത് വ്യാപാരം ചെയ്യണം. ആ പ്രായമുള്ള മനുഷ്യൻ എൻ്റെ അടുത്ത് പറയാണ്, മക്കളെ, നീ ആരെയും നോക്കരുത്, നീ ആരെയും ശ്രദ്ധിക്കരുത്, താലന്ത് ഏൽപ്പിച്ചവൻ അത് വ്യാപാരം ചെയ്യണം. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം ഒത്തിരി ചരിത്രങ്ങൾ പറയാൻ തുടങ്ങി. ആ ചരിത്രം നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് സഭകൾ സ്ഥാപിച്ചതെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം സ്ഥാപിച്ച ആ പ്രസ്ഥാനം പടുത്തുയർത്തിയ മിക്ക സഭകളും നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ ഓരോരുത്തർക്ക് ലഭിച്ച സൗഖ്യങ്ങളും വിടുതലുകളുമാണ്. എന്നിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു, ഒരു പ്രത്യേക സ്ഥലത്ത് നോർത്തിൽ അദ്ദേഹം ശുശ്രൂഷയ്ക്കായി ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന് സഭകൾ സ്ഥാപിക്കാനോ ഒരാത്മാവിനെ പോലും, ഒരു വ്യക്തികളെ പോലും സുവിശേഷം പറഞ്ഞ് നേടിയെടുക്കുവാൻ, കർത്താവിനായി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വളരെ നിരാശപ്പെട്ട് തിരിച്ചു പോകാനായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത്
ഒരു ഉന്തുവണ്ടിക്കകത്ത് പച്ചക്കറികളുമായിട്ട് ഒരു സഹോദരനും തൻ്റെ ഭാര്യയും ഇങ്ങനെ ഹിന്ദിയിൽ പച്ചക്കറികൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ പച്ചക്കറി വണ്ടി ഇങ്ങനെ ഉന്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വണ്ടി ആ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ നിർത്തിയപ്പം വിയത്തമ്പിച്ചാന് തോന്നുകയാണ് ഇവരോട് സുവിശേഷം പറയണം. എൻ്റെ അടുത്ത് പറഞ്ഞൊരു ചരിത്രമാണ് അദ്ദേഹം. ഇവരോട്, ഈ ഉന്തുവണ്ടിക്കാരനോട് സുവിശേഷം പറയണം. എന്തായാലും ഇവിടുന്ന് പോവുക, ഇവിടെ പ്രവർത്തനങ്ങൾ സ്ഥാപിക്കാൻ പറ്റിയില്ല. ഉടനെ ആ ഉന്തുവണ്ടിക്കാരനോട് സംസാരിച്ചു വരുന്ന വഴിക്ക് ആ ഉന്തുവണ്ടിക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് കഴുത്തിൽ മുഴയുണ്ട്. ആ പുള്ളിക്ക് പറയാൻ അറിയത്തില്ല ഇത് തൈറോയിഡാണെന്ന്. തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, കഴുത്തിൽ മുഴയുണ്ട്, സാബ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ ദൈവ മനുഷ്യൻ ആ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ നിന്ന് ഈ ഉന്തുവണ്ടിക്കാരനും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ആ മകൾ സൗഖ്യം പ്രാപിച്ചു. വി എ തമ്പിച്ചാൻ പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുത്ത ഞായറാഴ്ച, പുള്ളി പോയില്ല തിരിച്ച്, കർത്താവ് പറഞ്ഞു പോകരുതെന്ന്. അടുത്ത ഞായറാഴ്ച ഇവരുടെ ഈ സൗഖ്യമായവരുടെ വീടിന്റെ മുമ്പിൽ ഒരു മാവുണ്ടായിരുന്നു. ആ മാവിന്റെ ചുവട്ടിൽ ആരാധന തുടങ്ങി. ഇന്ന് അവിടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, ഓരോ വ്യക്തികൾക്കും ലഭിച്ച വിടുതലുകളും സൗഖ്യങ്ങളുമാണ് ദൈവരാജ്യത്തിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മോനെ, എന്നോട് ആ അപ്പോസ്തലൻ മുഖത്ത് നോക്കി പറഞ്ഞ വാക്ക് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, ദൈവം താലന്തുകൾ ഏൽപ്പിച്ചവർക്ക് അത് വ്യാപാരം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിനായി ഒരു പട്ടണത്തിൽ, ഒരു ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഈ കൂട്ടത്തെ നോക്കി കർത്താവ് പറയുകയാണ്, ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഒന്ന് കരമടിച്ച ദൈവത്തെ സ്തുതിച്ച്, കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യം ഉണ്ട്. ഞാൻ ഡെൻസൺ അവിടെ കാണുന്നു. ഒന്ന് ഓടി വാടാ മോനെ മുൻപിലേക്ക്. പാസ്റ്റർ ഡെൻസൺ ഒന്ന് ഓടി വന്നേ. അയ്യോ മോനെ, ഞാൻ നിന്നെ കണ്ടില്ല കേട്ടോ, നീ ഏറ്റവും പുറകിൽ പോയിരുന്ന ഞാൻ എങ്ങനെ അറിയും? പാസ്റ്റർ ഡെൻസൺ, താങ്ക് യു മോനെ. ക്യാൻ യു പ്ലീസ് കം ആൻഡ് സിറ്റ് ഹിയർ? ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹീതനായ ശുശ്രൂഷകനാണ് അദ്ദേഹം. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഡെൻസന്റെ കൈ ഞാൻ മൈക്ക് തരട്ടോ മോനെ ശുശ്രൂഷിക്കാൻ. കാരണം എല്ലാ ദിവസവും മീറ്റിങ്ങുകളാണ്, എനിക്കൊന്ന് കേൾക്കണം. ഇവരാണെങ്കിൽ കേട്ടിട്ട് കേട്ട ഭാവം നടിക്കുന്നുമില്ല ഒരു ആളുകൾ. താങ്ക്സ് ഫോർ കമ്മിങ് മോനെ, താങ്ക്സ് ഫോർ കമ്മിങ്. ഗോഡ് ബ്ലെസ് യു. ഏറ്റവും പുറകെ ഞാൻ കണ്ടു ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. ശുശ്രൂഷിക്കാൻ റെഡി ആയിക്കോണേ. ഞാൻ കുറച്ച് സമയം മെസ്സേജ് പറയുന്നുള്ളൂ. നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഇത് ഒരു പ്രൊഫറ്റിക് വേർഡായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന്, നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലെ അപ്പ നിങ്ങളെ സെലക്ട് ചെയ്ത്, നിങ്ങളെ തെരഞ്ഞെടുത്ത് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും ഈ കൂട്ടത്തെ നോക്കി, ഈ ലൈവിൽ എന്നെ കാണുന്നവരെ നോക്കി പറയുന്നു, തമ്പുരാന് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായ ഒരു പദ്ധതിയുണ്ട്. ഭയങ്കരമായൊരു പദ്ധതിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. നിങ്ങളുടെ കരങ്ങളെ ദൈവം ഉപയോഗിക്കും, നിങ്ങളുടെ അധരങ്ങളെ ദൈവം ഉപയോഗിക്കും. നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ പട്ടണത്തിൽ ജീവനുള്ള ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റുവാനിടയാകും. ഉറപ്പായിട്ടും ഞാനത് വിശ്വസിക്കുകയാണ്. ഈ 2025 ഒരു ഗ്രേറ്റ് ഗ്രേസ് നിങ്ങളെ സറൗണ്ട് ചെയ്യാനിടയാകും. ഹല്ലേലൂയ. ഞാൻ ഈ ഉദാഹരണം, ഈ സംഭവത്തിൽ നിന്ന് പറഞ്ഞോട്ടെ മക്കളെ. എലീശ അവളോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഉടനെ അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്, പറക. നിങ്ങൾ കാണുന്നുണ്ടോ അത്? പറക. എന്റെ ചോദ്യം, അവൾ ഓൾറെഡി പറഞ്ഞില്ലേ? പറഞ്ഞോ? ഒന്നാം വാക്യം നോക്കിയേ. ഒന്ന് കഴിഞ്ഞല്ലേ 2. ഒന്നാം വാക്യത്തിൽ ആ സഹോദരി എന്നാ പറഞ്ഞേ? നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, നിനക്കറിയാലോ.
ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു. അവളുടെ പ്രശ്നം അവൾ പറഞ്ഞോ? ഇനി 2-ാം വാക്യത്തിലേക്ക് വന്നേ. പിന്നെ എന്തിനാണ് എലീശ വീണ്ടും അവളോട് പറക എന്ന് പറഞ്ഞേ? ഇതുവരെ അവൾ പറഞ്ഞത് അവളുടെ പ്രശ്നമാണ്, അവൾ കടന്നു പോകുന്ന സാഹചര്യമാണ്, അവളുടെ വിഷയമാണ്. പക്ഷെ എലീശ അവളോട് പറയുകയാണ്, മോളെ, സിസ്റ്ററെ, നിന്റെ വാ തുറന്ന് നിന്റെ വീട്ടിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് നീ പറയണം. കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അത് ഞാനല്ല പറയേണ്ടത്. ഞാൻ യഹോവയാകുന്ന ദൈവത്തെ, സർവശക്തനാകുന്ന ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവാചകനായി നിന്റെ വീട്ടിൽ നിൽക്കുകയാണ്. പക്ഷേ നിന്റെ വീടിന്റെ പ്രതിനിധി, നിന്റെ ഭർത്താവ് ഒരു ദൈവദാസനായിരുന്നല്ലോ, അപ്പോൾ നീ ഒരു ദൈവദാസിയാണ്, നീയും വിശ്വസിക്കുന്നവളാണ്. അതുകൊണ്ട് നിന്റെ വീട്ടിൽ സംഭവിക്കേണ്ടത് എന്തെന്ന് നീ പറയണം. എന്ന് പറഞ്ഞാൽ നീ വാ തുറന്നാലേ എന്റെ ദൈവം വാതിൽ തുറക്കത്തുള്ളൂ. കാരണം ഇവിടെ ഇരിക്കുന്ന പ്രിയ മക്കളുമാർ അറിയണം, ഞാൻ നിങ്ങളുടെ പാസ്റ്ററാണ്, ഒരു ശുശ്രൂഷകനാണ്, ഒരു കർത്തൃദാസനാണ്. പക്ഷേ നിങ്ങളുടെ മക്കളുടെ മുകളിൽ എനിക്കല്ല യഥാർത്ഥമായ അധികാരമുള്ളത്. പ്രാർത്ഥിക്കാം, ബ്ലസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥമായി മക്കളുടെ മേളിൽ അധികാരമുള്ളത് മാതാപിതാക്കൾക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? ആത്മതലത്തിൽ ഒരു ഭാര്യയുടെ മേൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് അവൾക്ക് ശിരസ്സായിരിക്കുന്ന അവളുടെ ഭർത്താവിനാണ്. ഒരു സഭയുടെ മുകളിൽ ദൈവം ചുമതലപ്പെടുത്തിയവരുണ്ട്, ദൈവം അവരെ അതിലാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഭവനത്തിന്റെ പ്രതിനിധി ദൈവസന്നിധിയിൽ നിങ്ങളാണ്. ഇന്ന് പകൽ നിങ്ങളുടെ വീടിനെ നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ എന്താണോ പറയുന്നത് അതിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്. ഒന്ന് അധരങ്ങൾ തുറന്ന് ചിലത് പറയാൻ, പ്രഖ്യാപിക്കാൻ തുടങ്ങി. That is very important. Hallelujah. Hallelujah. അതിന് വളരെ പ്രാധാന്യതയുണ്ട്. പറക, ആ വാക്കിന് വളരെ പ്രാധാന്യതയുണ്ട്. ഇവിടെ യേശു കർത്താവ് താൻ ചെല്ലേണ്ടെന്ന പട്ടണത്തിൽ തനിക്ക് പകരമായി 70 പേരെ ഈ 2ആയി അയച്ചിരിക്കുന്നു. യേശുവിന് പ്രവർത്തിക്കുവാനുള്ള ജില്ലയിൽ, യേശുവിന് പ്രവർത്തിക്കുവാനുള്ള പട്ടണത്തിൽ, യേശുവിന് പ്രവർത്തിക്കുവാനുള്ള പഞ്ചായത്തിൽ, യേശുവിന് പ്രവർത്തിക്കുവാനുള്ള മുനിസിപ്പാലിറ്റിയിൽ, യേശുവിന് പ്രവർത്തിക്കുവാനുള്ള ഗ്രാമപഞ്ചായത്തിൽ, യേശു കർത്താവിന് പ്രവർത്തിക്കാനുള്ള ആ ഇടത്തിൽ, ആ പട്ടണത്തിൽ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളെ മുട്ടിവെച്ച് പറയണം, ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കുക. വേദപുസ്തകം പറയുന്നു, ഈ 2ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് നോക്കിയേ. ലൂക്കോസ് 10-ന്റെ 2-ാം വാക്യം, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ഞാൻ ചിന്തിച്ചു, ഇത് നമ്മുടെ കാലത്തിൽ മാത്രം നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണെന്ന്. സെർവന്റ്ഹുഡ്, ശുശ്രൂഷ മനോഭാവം ഒരു ദൈവപൈതലിന് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആറ്റിറ്റ്യൂഡാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പലതിനകത്തും വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരാൾ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് ലഭ്യമാകും എന്ന ചിന്തയിലല്ല ആ വ്യക്തി ശുശ്രൂഷയിൽ നിൽക്കേണ്ടത്. ഈ ചർച്ചിനകത്ത് മറ്റാരേക്കാളും അധികം സാക്ഷ്യത്തോടെ ഈ കാര്യം എനിക്ക് പറയാൻ പറ്റും. ഇതിനകത്തിരിക്കുന്ന ഒരൊറ്റ വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഞാൻ പണം സ്വീകരിച്ചിട്ടില്ലെന്നും പൈസ വാങ്ങി പ്രാർത്ഥിച്ചിട്ടില്ലെന്നും. നിങ്ങളുടെ പക്കൽ നിന്ന് സഭയ്ക്ക് ആവശ്യമുണ്ട്, സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട്, സഭയുടെ നടത്തിപ്പിന് ആവശ്യമുണ്ട്. ഒത്തിരി പേരെ നമ്മൾ ഇപ്പോഴും ജിജിപ്പാസ് എന്നും അനൗൺസ് ചെയ്തു, 500 കുഞ്ഞുങ്ങളെ, നിർധനരായ, സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാത്ത 500 കുട്ടികളെയാണ് നമ്മൾ ഈ വർഷം സ്കൂളിലേക്ക് അയക്കാൻ പോകുന്നത്. 2 പേരെ വിടാൻ
ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇത് കേട്ടിട്ട് അനങ്ങാത്തവരെ, ഞാൻ ഈ രാജ്യത്തിലൊന്നും ആളല്ല എന്ന നിലയിൽ കൈകൊട്ടാതെ അനങ്ങാതിരിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാനും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും സഭകളും എല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. കൊയ്ത്ത് ഭയങ്കരമായിട്ടുണ്ട്. പ്രതിഫല ഇച്ഛകളില്ലാതെ കർത്താവിനെന്നവണ്ണം ഇറങ്ങി നിൽക്കുന്ന വേലക്കാരെ, ശുശ്രൂഷകരെ കർത്താവ് അന്വേഷിക്കുകയാണ്. ചേർന്ന് രാമീൻ പറയാം. പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേലക്കാരനാണ്. ഐ ആം എ സെർവന്റ് ഓഫ് ജീസസ്. നിങ്ങൾ ഒരു പക്ഷേ ഒരു അപ്പോസ്തലനായിരിക്കാം, ആത്മതലത്തിൽ പ്രവാചകനായിരിക്കാം. അതെല്ലാം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയാണ്. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് പലതവണ എൽഷദായ് ചർച്ചിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കുന്നത് കൊണ്ട് നമുക്കിതെല്ലാം കൃത്യമായിട്ട് അറിയാം. നിങ്ങളൊരു സത്യമായ കാര്യം അറിയണം. ഇത് ഇന്ന് പറയുന്ന അല്ല, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പലതവണ ദൈവത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് ഓരോ വ്യക്തിയെയും ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പുമാണ്. അത് സഭയുടെ ഫൗണ്ടേഷനാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൻ്റെ മുകളിൽ ദൈവം തൻ്റെ സഭയെ പണിയുന്നു എന്ന് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുന്നു. എന്നാൽ ബേസിക്കലി ദൈവത്തിൻ്റെ മുൻപിൽ ഇതെല്ലാം സഭയോടുള്ള ബന്ധത്തിലാണ്. ബേസിക്കലി നമ്മൾ ആരാണ്? ഈ ഭൂമിയിൽ നമ്മൾ ആരാണ്? ആരെങ്കിലും ഒന്ന് പറ. കർത്താവിൻ്റെ വേലക്കാരൻ. അത് പിന്നെ വരുന്നേ, അത് ഞാൻ പിന്നെ പറയാം, അത് പിന്നെ പറയാം. ഇപ്പോൾ ആരാണ്? ഇപ്പോൾ നിങ്ങൾ ആരാണ്? ഞാൻ ക്രിസ്തുവിൽ, ഞാൻ സഭയ്ക്ക് ഒരു അപ്പോസ്തലനോ പ്രവാചകനുമാണ്. അതെന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിയാണ്. പൗലോസ് പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വരുന്നല്ലോ. അത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. എന്നാൽ തമ്പുരാന്റെ മുൻപിൽ, ദൈവത്തിന്റെ മുമ്പിൽ, എനിക്കൊന്ന് 2023 ഒക്ടോബർ മാസത്തില്, ജൂലൈ മാസത്തില് ഒക്കെ ഞാനിതിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. കൃപയാൽ നമ്മൾ ഓർത്തിരിക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ പ്രസംഗിക്കുകയാണ്. ദൈവത്തിന്റെ മുൻപിൽ നമ്മളെല്ലാം അവന്റെ മക്കളാണ്. ഒരു സന്തോഷമില്ല, പറയണ്ടായിരുന്നു. കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചത്. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഇത് ടിനു പാസ്റ്റർ മുമ്പ് പ്രസംഗിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളവർ ഒന്ന് കൈയടിച്ച ദൈവത്തെ സ്തുതിക്കാവോ. We are the children of Jesus. എന്താ യോഹന്നാൻ സുവിശേഷം 1:12 എഴുതിയിരിക്കുന്നത്? അവനെ കൈക്കൊണ്ട്, എല്ലാരും പറ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരാ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ സുവിശേഷകരല്ലെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ശുശ്രൂഷകരല്ലെന്ന്? ഈ ഒരൊറ്റ വാക്യം ഒരുത്തനോട് പറഞ്ഞാൽ മതി, അവൻ രക്ഷപ്പെടും. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആരാണ് ഈ ഭൂമിയിൽ? രക്ഷിക്കപ്പെട്ടവരെന്ന് കൈ ഉയർത്തിയേ. നമ്മൾ ആരാണ് ഈ ഭൂമിയിൽ? ഉറക്കെ പറ. ദൈവമക്കൾ, ദൈവമക്കൾ, ദൈവമക്കൾ. ദൈവമക്കൾ. എന്നാൽ ഈ ദൈവമക്കളുടെ ഇടയിൽ നിന്ന് ദൈവീക പദ്ധതിക്കായി, ദൈവീക ശുശ്രൂഷയ്ക്കായി ദൈവം ചിലതിനെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കും. അവരിൽ ചിലർ പ്രവാചകരായിരിക്കും, അവരിൽ ചിലർ അപ്പോസ്തലരായിരിക്കും, അവരിൽ ചിലർ ഉപദേഷ്ടാക്കന്മാരായിരിക്കും, അവരിൽ ചിലർ ഇടയന്മാരായിരിക്കും. ആ നിലകളിൽ ചിലത് ഇതിനകത്ത് സംഭവിക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്.
ആഗ്രഹിക്കും. പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും. നിന്റെ അധരങ്ങൾ കൊണ്ട് ദൈവം പ്രവചിപ്പിക്കും. ആത്മതലങ്ങളെ കാണുവാനുള്ള കൃപ യെസ് ദൈവം തരും. എന്നാൽ ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇതാണ് സത്യം. ആമോസ് പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനും അല്ലായിരുന്നു, പ്രവാചക ശിഷ്യനും അല്ലായിരുന്നു, ഞാൻ ഇടയനും ഇങ്ങനെ കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ട് നടക്കുന്നവനുമായിരുന്നു. പക്ഷെ യഹോവയുടെ കരം എന്നെ പിടിച്ചു. ആ കൈ എന്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആമോസ് അല്ലത്. ദൈവത്തിന്റെ കരം തൊട്ട എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, എന്നാൽ ഈ വാക്കിൽ നിന്ന് പെട്ടെന്ന് പറയാം. എന്നാൽ നമ്മൾ ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കും. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കും. അപ്പോൾ ഇപ്പം ദൈവം നമുക്ക് പിതാവാണ്. ഇപ്പോൾ ദൈവം നമുക്ക് ആരാണ്? യേശു നമ്മുടെ ആരാണ്? ഉറക്കെ പറഞ്ഞ്, യേശു എൻ്റെ അപ്പായാണെന്ന് പറഞ്ഞേ. എന്നാൽ അന്ന് അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ അപ്പായാണ്, ശരിയാ. പക്ഷെ ആ സിംഹാസനത്തിൽ, വെള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുമ്പം, തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പം അപ്പായായിട്ടല്ല ഇരിക്കുന്നത്, നീതിയുള്ള ന്യായാധിപതിയായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വിളിക്കുന്നത് മോനെ എന്നല്ല. മോനെ, മക്കളെ, ഇപ്പൊ അങ്ങനെയാ കേട്ടോ. അപ്പോ വിളിക്കുന്നത് മോനെ, മോളെ, മക്കളെ എന്നല്ല. അപ്പോസ്തലനെ എന്നല്ല, പ്രവാചകനെ എന്നല്ല, ഇടയനെ എന്നല്ല, ഉപദേഷ്ടാവേ എന്നല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ. അവിടെ എഴുതിയിരിക്കുന്ന വേർഡ് സെർവന്റ് എന്നാണ്. സെർവന്റ്. ദാ വാക്യം മാറ്റി, ലൂക്കോസ് 10:2 സെർവന്റ് എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം. ഈ ആ മനോഭാവം, ആത്മതലത്തിൽ നമ്മൾ അവന്റെ മക്കളാണ്. ഞാൻ ഉറപ്പായി പറഞ്ഞു, ആത്മതലത്തിൽ നിങ്ങൾ അവന്റെ മക്കളാണ്. യേശുവിനെ കൈക്കൊണ്ടവർ അവന്റെ മക്കളാണ്. ശുശ്രൂഷയിൽ ഏത് വിളിയാണോ നിന്റെ മേളിൽ കിടക്കുന്നത്, നീ അതാണ്. എഞ്ചിനീയർക്ക് ഡോക്ടർ ആകാൻ പറ്റത്തില്ല, ഡോക്ടറിന് എഞ്ചിനീയർ ആകാൻ പറ്റത്തില്ല, IT പഠിച്ചവനെ ഇഞ്ചക്ഷൻ എടുക്കാനും പറ്റത്തില്ല. ആരും ഓരോരുത്തരെ ദൈവം ഓരോന്ന് ഏൽപ്പിച്ചു. കൈ കൊടുത്ത് പറഞ്ഞേ, ഓരോരുത്തരെ ദൈവം ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് ദൈവത്താൽ സംഭവിച്ചതാണ്. പക്ഷേ മനോഭാവം, പറഞ്ഞേ, മനോഭാവം ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അത് മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുന്ന അഭിനയമല്ല.